നമ്മളെല്ലാവരും കാത്തിരുന്ന അക്ഷരമുറ്റം ക്വിസ് ഇങ്ങെത്തി, ശരിയല്ലേ? ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള പത്രത്തിൽ നിന്നും അക്ഷരമുറ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് ഈ ക്വിസിന് വരുന്നത്. ഓരോ അക്ഷരമുറ്റത്തിൽ നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നോക്കുകയാണ് നമ്മളിവിടെ. നമ്മൾ ഓൾറെഡി കുറച്ച് അക്ഷരമുറ്റം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ലിങ്ക് ചേട്ടൻ മേലെ കൊടുക്കുന്നുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതുകൂടി കാണാൻ നോക്കുക. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കുന്നത് 2024 ജൂൺ 20 വന്ന അക്ഷരമുറ്റത്തിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള ഈഡൻ ഗാർഡൻസ് എന്ന സ്റ്റേഡിയത്തിന്റെ പടമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. എവിടെയാണ് ഈ ഒരു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്? ആ സ്ഥലത്തിന്റെ പേരാണ് നമ്മൾ പറയേണ്ടത്. ഇത് മിക്കവാറും എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. കൊൽക്കത്തയിലാണ് ഈഡൻ ഗാർഡൻ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. രണ്ടാമത്തെ ചോദ്യം ഗ്രൗണ്ടിനെ പറ്റി തന്നെയാണ്. ക്രിക്കറ്റിന്റെ മക്ക എന്നറിയപ്പെടുന്ന ലണ്ടനിലെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഏതാണ് ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം? അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, ക്രിക്കറ്റിന്റെ മക്ക എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? ഉത്തരം ലോർഡ്സ് സ്റ്റേഡിയമാണ്. ഇംഗ്ലണ്ടിലെ ലണ്ടനിലുള്ള ലോർഡ്സ് സ്റ്റേഡിയമാണ് ക്രിക്കറ്റിന്റെ മക്ക എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇംഗ്ലീഷ് കപ്പിത്താനായ ഹെൻറി പിഡിങ്ടന്റെ പടമാണ് നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്നത്. ഇദ്ദേഹമാണ് ചുഴലിക്കാറ്റിന്റെ മാരക രൂപത്തിന് നമ്മൾ അറിയുന്ന ഒരു പേര് കൊടുത്തത്. ഏത് പേരാണ് ചുഴലിക്കാറ്റിന്റെ മാരക രൂപത്തിന് ഇദ്ദേഹം നൽകിയത്? അപ്പോൾ ഉത്തരം സൈക്ലോൺ ആണ്. ഓക്കെ, അപ്പോൾ സൈക്ലോൺ എന്ന പദമാണ് ഹെൻറി പിഡിങ്ടൺ ഈ ഒരു ചുഴലിക്കാറ്റിന്റെ മാരക രൂപത്തിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ സൈക്ലോൺ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്നായിരിക്കും. അപ്പോൾ ആൻസർ എന്താണ്? ഹെൻറി പിഡിങ്ടൺ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഏത് സംഘടനയാണ് കാറ്റുകളുടെ പേര് തീരുമാനിക്കുന്നത്? കാറ്റുകളുടെ പേര് തീരുമാനിക്കുന്ന സംഘടന ഏതാണെന്നാണ് എഴുതുന്നത്. ഉത്തരം WMO അഥവാ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ, അതായത് ലോക കാലാവസ്ഥാ സംഘടന. 2017 കേരളത്തിൽ വീശിയടിച്ച ഒരു ചുഴലിക്കാറ്റായിരുന്നു ഓഖി എന്നത്. ഓക്കെ, ഏത് രാജ്യമാണ് ഈ ഒരു ഓഖി എന്ന പേര് നിർദ്ദേശിച്ചത്? അപ്പോൾ ആ രാജ്യത്തിന്റെ പേരാണ് എഴുതേണ്ടത്. ഒരു ക്ലൂ തരാം. ഇപ്പൊ പേപ്പറിലൊക്കെ ദിവസം വരുന്ന ഒരു രാജ്യത്തിന്റെ പേരാണ് ഇത്. ഉത്തരം ബംഗ്ലാദേശ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഷെയ്ഖ് ഹസീന രാജിവെച്ചുകൊണ്ട് ബംഗ്ലാദേശിന്റെ പേര് എല്ലാ ദിവസവും പേപ്പറിൽ എത്തുന്നുണ്ട്, ശരിയല്ലേ? അപ്പൊ ബംഗ്ലാദേശാണ് ഈ ഒരു ഓഖി എന്ന പേര് ചുഴലിക്കാറ്റിന് നിർദ്ദേശിച്ചത്. കണ്ണ് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. പല ദിവസങ്ങളും എന്നതുപോലെ കാറ്റിനും ഒരു ദിവസമുണ്ട്. അപ്പൊ അടുത്ത ദിവസം അതാണ്. എന്നാണ് ഗ്ലോബൽ വിൻഡ് ഡേ, അതായത് ലോക കാറ്റ് ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഉത്തരം ജൂൺ 15 2007 യൂറോപ്യൻ വിൻഡ് എനർജി അസോസിയേഷൻ ആദ്യമായിട്ട് ഈ ഒരു ലോക കാറ്റ് ദിനം ആചരിച്ചത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മക്കളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് മരക്കാന എന്ന് പറയുന്ന സ്റ്റേഡിയമാണ്. ഓക്കെ, അപ്പോൾ എവിടെയാണ് ഈ ഒരു മരക്കാന സ്റ്റേഡിയം ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ചേട്ടൻ ഒരു ക്ലൂ തരാം. മക്കൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഫുട്ബോളിലെ ഇതിഹാസമാണ് പെലെ, ശരിയല്ലേ? അപ്പോൾ പെലേനെ നമുക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ പെലെ എവിടെയാണോ അവിടെയാണ് ഈ ഒരു മരക്കാന സ്റ്റേഡിയം ഉള്ളത്. അപ്പോൾ ഏത് രാജ്യത്താണ് ഈ പറയുന്ന മരക്കാന സ്റ്റേഡിയം ഉള്ളതെന്നാണ് ചോദ്യം. അപ്പോൾ ചിലപ്പോൾ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവും, ബ്രസീലാണ്. ഓക്കെ, അപ്പോൾ ബ്രസീലിലാണ് ഈ ഒരു മരക്കാന സ്റ്റേഡിയം ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓർക്കുക? പെലെ ഫുട്ബോളിന്റെ ഇതിഹാസം എന്നാണ് അറിയപ്പെടുന്നത്. പെലയെ നമുക്ക് മറക്കാൻ പറ്റില്ല, അങ്ങനെ ഓർക്കുക കേട്ടോ. പെലയെ നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ പെലെ എവിടെയാണോ ആ രാജ്യത്താണ് മരക്കാന സ്റ്റേഡിയം ഉള്ളത്. ഓക്കെ, അപ്പോൾ പെലെ എവിടെയാണുള്ളത്? ബ്രസീലിന് കളിക്കാരനാണ് പെലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മരക്കാന സ്റ്റേഡിയം എന്ന് പറയുന്നതും ബ്രസീലിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി ആരും മറക്കരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. റൺഗാഡ്രോം മെയ്ഡേ സ്റ്റേഡിയം എന്ന് പറയുന്ന സ്റ്റേഡിയത്തിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാണികളെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അപ്പോൾ ഏത് രാജ്യത്താണ് ഈ ഒരു സ്റ്റേഡിയം ഉള്ളത്? ഈ ഒരു സ്റ്റേഡിയത്തിന്റെ പേര് എന്ന് പറയുന്നത് റൺഗാഡ്രോ മെയ്ഡേ എന്നാണ്. ഓക്കെ, അപ്പോൾ മെയ്ഡേ എന്ന് പറയാൻ കാരണം എന്താ? മെയ് 1 ഈ ഒരു സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തത്. അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ പേര്. ഏത് രാജ്യത്താണ് ഈ ഒരു സ്റ്റേഡിയം എന്നാണ് ചോദ്യം. അപ്പോൾ ചേട്ടൻ ഉത്തരം പറയാണ് നോർത്ത് കൊറിയ അല്ലെങ്കിൽ വടക്കൻ കൊറിയ എന്ന് എഴുതണം. ഓക്കെ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്റ്റേഡിയം ഏതാണ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതാണ്? നോർത്ത് കൊറിയയിലുള്ള റൺഗാഡ്രോ മെയ്ഡേ സ്റ്റേഡിയമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്റ്റേഡിയത്തിൽ ഒരു മാസത്തിന്റെ പേരുണ്ട്. ഏതാണ്? മെയ് എന്ന് പറയുന്ന മാസത്തിന്റെ പേരുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, പേര് നിങ്ങൾ ഇങ്ങനെ ഓർക്കുക. നമ്മൾ ഓടിപ്പോവാണ്. ഓക്കെ, ഓടിപ്പോയിട്ട് നമ്മൾ ഗ്രാ അങ്ങനെ വിളിച്ചു. ഓക്കെ, ഗ്രാ. പിന്നെ നമ്മൾ എന്തോ ചെയ്യാണ്, ഡു. അപ്പോൾ റൺ, നമ്മൾ ആദ്യം ഓടിപ്പോയി റൺ. ഓക്കെ, പിന്നെ ഗ്രാ നമ്മൾ അലറി വിളിക്കില്ലേ? അപ്പോൾ അങ്ങനെ ഗ്രാ എന്ന് വിളിച്ചു. പിന്നെ ഡു. ഓക്കെ, ഡു എന്ന് വെച്ചാൽ എന്താ? നമ്മൾ എന്തെങ്കിലും ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി, റൺ ഗ്രാഡോ. അടുത്ത ചോദ്യം നമ്മുടെ ഇന്ത്യയിലെ ഒരു സ്റ്റേഡിയത്തെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? അതാണ് ചോദ്യം. ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇന്ത്യയിലാണ്, അത് ഏതാണ്? ചേട്ടനൊരു ക്ലൂ തരാം. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് വഹിക്കുന്ന ആളുടെ പേരിലാണ് ഈ ഒരു സ്റ്റേഡിയം ഉള്ളത്.
അപ്പൊ മക്കൾ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാം. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റ് വഹിക്കുന്ന ആരാന്ന് നോക്കുക. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഒരു സ്റ്റേഡിയം ഉള്ളത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഗസ് ചെയ്യാം. അഹമ്മദാബാദിലുള്ള നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. ഓക്കെ, മൊതേര സ്റ്റേഡിയം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം എന്നറിയപ്പെടുന്ന ഈ സ്റ്റേഡിയത്തിന്റെ പേര് പിന്നീടാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം എന്ന് പുനർനാമകരണം ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മക്കൾ ഈ സ്ക്രീനിൽ കാണുന്നത് 2 യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക സ്റ്റേഡിയമാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പേര് എന്ന് പറയുന്നത് ഇഗ്രാലിസ്റ്റ് ബദാരിജ എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് ഓർത്ത് വെക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് രാജ്യത്താണ് ഈ ഒരു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ ചേട്ടൻ ഉത്തരം പറയാണ് ക്രൊയേഷ്യയാണ്. ഓക്കെ, ക്രൊയേഷ്യയാണ് ആ ഒരു രാജ്യം. ഗാന്ധിജിയെ കളറിന്റെ പേരിൽ അധിക്ഷേപിച്ച് ട്രെയിനിൽ നിന്ന് ഇറക്കിവിട്ട കാര്യം നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, ശരിയല്ലേ? ദക്ഷിണാഫ്രിക്കയിലെ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടന്നത്? ഉത്തരം പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ. മക്കളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സ്റ്റേഡിയം 974 എന്നറിയപ്പെടുന്ന സ്റ്റേഡിയമാണ്. ഓക്കെ, ഇത് നിർമ്മിച്ചിരിക്കുന്നത് 974 കണ്ടെയ്നേഴ്സ് പുനരുപയോഗം ചെയ്തിട്ടാണ്. ഓക്കെ, കണ്ടെയ്നേഴ്സ് അറിയില്ല, നമ്മളെ ലോറിയിലൊക്കെ കയറ്റി പോകുന്ന കണ്ടെയ്നേഴ്സ് ഇല്ലേ, അപ്പോൾ അതിനെ പുനരുപയോഗം ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സവിശേഷമായ സ്റ്റേഡിയമാണ്. ഓക്കെ, 2022 ഫുട്ബോൾ ലോകകപ്പിനോടനുബന്ധിച്ചാണ് ഈ ഒരു സ്റ്റേഡിയം നിർമ്മിച്ചത്. ഏത് രാജ്യത്താണ് ഈ ഒരു സ്റ്റേഡിയം നിലകൊള്ളുന്നത്? അപ്പോൾ നിങ്ങൾക്ക് 2022 ലോകകപ്പ് ഫുട്ബോൾ എവിടെയാണ് നടന്നതെന്ന് പറഞ്ഞാൽ ആ രാജ്യത്താണ് ഇതുള്ളത്. ഏതാണ് ആ രാജ്യം? അപ്പോൾ ചേട്ടൻ ആൻസർ പറയാണ് ഖത്തറാണ്. ഓക്കെ, അപ്പോൾ ഖത്തർ ലോകകപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്റ്റേഡിയം നിർമ്മിച്ചത്. ഇപ്പോൾ മക്കളെ സ്ക്രീനിൽ കാണുന്നത് ലോകത്തിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ ആയിട്ടുള്ള ടെന്നീസ് കോർട്ടാണ്. വെള്ളത്തിനടിയിലുള്ള ടെന്നീസ് കോർട്ടാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, എവിടെയാണ് ഈ ഒരു അണ്ടർ വാട്ടർ ടെന്നീസ് കോർട്ട് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ദുബായ് ആണ്. ഓക്കെ, അപ്പോൾ ദുബായിലാണ് ഈ ഒരു ടെന്നീസ് കോർട്ട് ഉള്ളത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഗോൾഫ് കോഴ്സ് എന്ന് പറയുന്നത് ജെയ്ഡ് ഡ്രാഗൺ സ്നോ മൗണ്ടൻ ഗോൾഫ് ക്ലബിലാണ് ഉള്ളത്. ഏത് രാജ്യത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? അതായത് ചോദ്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഗോൾഫ് കോഴ്സ് ഏത് രാജ്യത്താണ്? ഉത്തരം ചൈനയാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു അക്ഷരമുറ്റത്തിൽ തന്നെ കൊടുത്തിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറാണ്. ചേട്ടൻ ഓരോന്നായിട്ട് പറയാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന നേട്ടം സ്വന്തമാക്കിയ മലയാളി താരം ആരാണ്? അപ്പോൾ ഇവിടെ പടം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആശാ ശോഭനയാണ്. ഓക്കെ, അപ്പോൾ ആശാ ശോഭനയാണ് ഏറ്റവും പ്രായം കൂടിയ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച വനിതാ താരം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹരിത ഗ്ലോബൽ എന്നറിയപ്പെടുന്ന ഗോൾഡൻ മാൻ എൻവിറോൺമെന്റ് പ്രൈസ് 2024 അർഹനായ ഇന്ത്യക്കാരൻ ആരാണ്? അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. അലോക് ശുക്ലയാണ്. ഓക്കെ, അപ്പോൾ അലോക് ശുക്ലയാണ് ഈ ഒരു പ്രൈസിന് അർഹനായത്. പിന്നെ അടുത്തത് 2024 ലോക പുസ്തക തലസ്ഥാനം ഏതാണ്? സ്ട്രാസ്ബർഗ് ആണ് 2024 ലോക പുസ്തക തലസ്ഥാനം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, പാട്രിയറ്റ് ആരുടെ ഓർമ്മക്കുറിപ്പാണ്? ഉത്തരം അലക്സി നവൽനിയാണ്. റഷ്യൻ തടവറയിൽ കിടന്ന് മരിച്ച പ്രതിപക്ഷ നേതാവാണ്. അതായത് റഷ്യയിൽ പുടിനെ എതിർത്ത പ്രതിപക്ഷ നേതാവായിരുന്നു ഈ ഒരു അലക്സി നവൽനി. ഓക്കെ, അദ്ദേഹം തടവറയിൽ കിടന്ന് മരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം എഴുതിയ ബുക്കാണ് പാട്രിയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് പാരീസ് ഒളിമ്പിക്സിലെ അത്ലറ്റിക്സ് ഇനത്തിൽ സ്വർണ്ണ മെഡൽ ജേതാക്കൾക്ക് ലോക അത്ലറ്റിക്സ് സംഘടന പ്രഖ്യാപിച്ച സമ്മാന തുക എത്രയാണ്? $50,000 ആണ്. ഓക്കെ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമ്മാന തുക ഒളിമ്പിക്സിൽ പ്രഖ്യാപിക്കുന്നത്. അടുത്ത ദിവസം പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം ഏതാണ്? ആൻസർ അരിസോണയാണ്. ഓക്കെ, പിന്നെ അടുത്ത ദിവസം 2024 മാർച്ചിൽ കപ്പലിടിച്ച് തകർന്ന ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇത് ന്യൂസിലൊക്കെ വന്നതാണ്. സാധാരണ ഇവിടെ അങ്ങനെയൊന്നും പൊളിയുന്നതായിട്ട് കേട്ടിട്ടില്ല. പക്ഷേ കപ്പലിടിച്ചിട്ട് ഈ ഒരു പാലം തകരുകയുണ്ടായി. അപ്പോൾ എവിടെയാണ് ഈ ഒരു ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം? അമേരിക്കയിലാണ്. ഓക്കെ, അപ്പോൾ അമേരിക്കയാണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, എല്ലാ സർക്കാർ രേഖയിലും അമ്മയുടെ പേര് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം മഹാരാഷ്ട്രയാണ്. ഓക്കെ, അപ്പോൾ മഹാരാഷ്ട്രയാണ് അമ്മയുടെ പേര് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ദിവസം, ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകമായിട്ടുള്ള കോക്ടെക്സ് ലെഫ്റ്ററിൻ്റെ രചയിതാവ് ആരാണ്? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ലിയാനാർഡോ ഡാവിഞ്ചിയാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ദിവസം, ഓസ്കർ പുരസ്കാരത്തിൽ പുതുതായി ഏർപ്പെടുത്തിയ അവാർഡ് വിഭാഗം ഏതാണ്? കാസ്റ്റിംഗ് ഡയറക്ടറാണ്. ഓക്കെ, അപ്പോൾ അതാണ് പുതുതായിട്ട് അവാർഡ് ഏർപ്പെടുത്തിയ വിഭാഗം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ദിവസം, കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ഏതാണ്? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് പുരസ്കാരം നേടുന്ന ആദ്യ ജർമ്മൻ വനിതാ എഴുത്തുകാരി ആരാണ്? ഉത്തരം ജെന്നി എർപ്പൻബെക്ക്. ഓക്കെ, കെയ്റോസ് നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇത് പരിഭാഷപ്പെടുത്തിയത് മൈക്കൽ ഹോഫ്മാൻ ആണ്. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആദ്യ ഇന്ത്യൻ ബഹിരാകാശ ടൂറിസ്റ്റ് എന്ന ബഹുമതി നേടിയ ഇന്ത്യക്കാരൻ ആരാണ്?
അതായത് നമ്മൾ ബഹിരാകാശത്ത് പോകുമ്പോഴേ ഗവേഷണത്തിന് പോകും, അതുപോലെ ടൂറിസത്തിന് വേണ്ടിയിട്ടും പോകും. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ ടൂറിസ്റ്റ് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഗോപിചന്ദ് തട്ടക്കൂറയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക, പേര് ഓർത്ത് വെക്കുക, ഗോപിചന്ദ് തട്ടക്കൂറ. ഓക്കെ, പിന്നെ 14ാമത്തെ പറഞ്ഞിരിക്കുന്നത് ലാം മൊർനാഡ നൃത്ത രൂപത്തിന്റെ ഉത്ഭവത്തെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കുന്ന രാജ്യങ്ങൾ. അപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിൽ ഈ ഒരു നൃത്തത്തിന്റെ ഒറിജിൻ സംബന്ധിച്ച് ചെറിയൊരു തർക്കമുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളാണ് എന്നാണ് ചോദിക്കുന്നത്. പെറു ആൻഡ് ബൊളീവിയ ആണ്. ഓക്കെ, ഈ പെറുവും ബൊളീവിയ എന്ന് പറയുന്നത് തെക്കേ അമേരിക്കയിലെ രാജ്യങ്ങളാണ്. ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ലോകത്ത് ആദ്യമായി ചന്ദ്രന്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനീഷൻ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? അതായത് കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള അറ്റ്ലസ് ആരാണ് പുറത്തിറക്കിയതെന്നാണ് ചോദിക്കുന്നത്. 15ാമത്തെ ക്വസ്റ്റിന് ആൻസർ ചൈനയാണ്. ഓക്കെ, അപ്പോൾ ചൈനയാണ് ഈ ഒരു അറ്റ്ലസ് പുറത്തിറക്കിയിട്ടുള്ളത്. 16ാമത്തെ ക്വസ്റ്റ്യൻ ശ്വാസകോശ അർബുദത്തിനെതിരെ, അർബുദം വെച്ചാൽ മനസ്സിലായില്ലേ, ക്യാൻസർ, അതായത് ലങ് ക്യാൻസറിനെതിരെ ലങ് വാക്സ് എന്ന പേരിൽ ആദ്യത്തെ ഒരു പ്രതിരോധ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? അതായത് ലങ് ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിനെതിരെ വാക്സിൻ പുറത്തിറക്കിയ, ആദ്യമായിട്ട് വാക്സിൻ പുറത്തിറക്കിയ ഏത് രാജ്യമാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ബ്രിട്ടൻ ആണ്. ഓക്കെ, ബ്രിട്ടൻ അല്ലെങ്കിൽ UK എന്ന് എഴുതാം, 2 ശരിയാണ്. ഇനി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാവുന്ന കേരളത്തിലെ സർവകലാശാല ഏതാണ്? ആർട്ടിക് എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ, അതായത് നമ്മുടെ നോർത്തേൺ പോളിനെയാണ് നമ്മൾ ആർട്ടിക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കുറേ ഗവേഷണങ്ങളും കാര്യങ്ങളും നടക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗവേഷണത്തിൽ പങ്കാളിയാവുന്ന കേരളത്തിലെ സർവകലാശാല യൂണിവേഴ്സിറ്റി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം MG സർവകലാശാല, അതായത് മഹാത്മാഗാന്ധി സർവകലാശാലയാണ്. ഓക്കെ, പിന്നെ അടുത്തത് തന്നിരിക്കുന്നത് ആരുടെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്? അത് ഫാലി എസ് നരിമാൻ ആണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഭയങ്കര പ്രശസ്തനായിട്ടുള്ള ഇന്ത്യയിലെ ഒരു അഡ്വക്കേറ്റ് ആണ്. ഈ അടുത്താണ് അന്തരിച്ചത്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ സമാധാനത്തിന്റെ നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പലസ്തീന്റെ സാംസ്കാരിക കേന്ദ്രം ഏതാണ്? ഓക്കെ, അപ്പോൾ പലസ്തീനിലെ ഒരു സാംസ്കാരിക കേന്ദ്രത്തിന്റെ പേരാണ് നമ്മൾ എഴുതുന്നത്. ഉത്തരം ദ ഫ്രീഡം തിയേറ്റർ ആണ്. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാഴ്ച പരിമിതർക്ക് വേണ്ടി മലയാളികൾ വികസിപ്പിച്ചെടുത്ത ടാബ് ഏതാണ്? ഓക്കെ, ഉത്തരം ലൂയി ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ടാബ് എന്ന് പറയുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പസഫിക് സമുദ്രത്തിലെ പോയിന്റ് നീമോയിൽ എത്തിയ ആദ്യ സഞ്ചാരി ആരാണ്? അപ്പോൾ ഇവിടെ പടം തന്നിട്ടുണ്ട്. ആരാണ് ഈ ഒരു സഞ്ചാരി എന്നാണ് ചോദിക്കുന്നത്. ക്രിസ് ബ്രൗൺ ആണ്. ഓക്കെ, ക്രിസ് ബ്രൗൺ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പക്ഷേ ഇത് അക്ഷരമുറ്റത്തിൽ വന്നുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങളിത് നോക്കാതെ പോകരുത്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും നോക്കിയിട്ട് തന്നെ പോകണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും ശക്തമായ MRI സ്കാനർ ഏതാണ്? MRI സ്കാനർ എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം വരിക. അപ്പോൾ അത് ഏതാണ്? അപ്പോൾ ഏറ്റവും ശക്തമായ MRI സ്കാനർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇസ്യൂൾട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇസ്യൂൾട്ട് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ അടുത്ത ദിവസം ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്ന നഗരം ഏതാണ്? മൊബൈലായിട്ടുള്ള ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ, ഫ്ലോട്ടിംഗ് വെച്ചാൽ എന്താ, അതായത് പൊങ്ങിക്കിടക്കണം. ഓക്കെ, വെള്ളത്തിലെല്ലാം പൊങ്ങിക്കിടക്കില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ഫയർ സ്റ്റേഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ദുബായ് ആണ്. ഓക്കെ, അപ്പോൾ ദുബായിലാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഫയർ സ്റ്റേഷൻ ഉള്ളത്. പിന്നെ 24ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാള സംവിധായകൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. AI എന്ന് പറയില്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത് യൂസ് ചെയ്തിട്ട് ഒരു ഗായികയെ അവതരിപ്പിച്ച മലയാള സംവിധായകൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഹിഷാം അബ്ദുൾ വഹാബ് ആണ്. ഓക്കെ, അപ്പോൾ ഹിഷാം അബ്ദുൾ വഹാബാണ് ഈ ഒരു മലയാള സംവിധായകൻ എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ട് ഒരു ഗായികയെ അവതരിപ്പിച്ചത്. ഇനി നമുക്ക് അടുത്ത ദിവസം നോക്കാം. മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ആശുപത്രി ഏതാണെന്നാണ് ചോദിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് IMCH ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മക്കളാണ് ആൻസർ പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ഏത് ദിവസമാണ് ദേശീയ ബഹിരാകാശ ദിനമായിട്ട്, നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്? അപ്പോൾ മക്കളെ ആൻസർ കണ്ടുപിടിക്കുക, കമന്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ജൂൺ 20, 2024 അക്ഷരമുറ്റത്തിൽ വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്വിസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സില്ലേ അപ്പോൾ അവർക്കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി തുടർന്നുള്ള അക്ഷരമുറ്റത്തിന്റെ ക്വിസും പിന്നെ പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ കണ്ടതിന് എല്ലാ കൂട്ടുകാർക്കും നന്ദി.